Next question, question number 19. Question number 19, metrics and determinants എന്നുള്ളൊരു question ആണ്. Let A equal to Aij be a square matrix of order 2. A എന്ന് പറഞ്ഞാൽ order 2 ഉള്ളൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. വിത്ത് എൻട്രീസ് 0 or 1. അപ്പോൾ ഇതിലെ എൻട്രീസ് എല്ലാം either 0 or 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് എ ഈസ് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആൻഡ് ദ പ്രോബിലിറ്റി പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇത് മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, പ്രോബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സിലെ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഉണ്ട്, അതിലെ ഒരു 2/2 മെട്രിക്സ് ആണ്. അതിലെ എൻട്രീസ് ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്തു, എ ഇൻവേർട്ടിബിൾ ആവണം. ഒരു മെട്രിക്സ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക? ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഡിറ്റർമിനൻറ്റ് 0 ആവരുത്. ഡിറ്റർമിനൻറ്റ് 0 ആവാതിരിക്കുമ്പോഴാണ് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ 0യും 1ഉം എലമെൻറ്റ്സ് ആയിട്ടുള്ള 2/2 മെട്രിക്സുകൾ കുറച്ചുണ്ടാക്കാൻ പറ്റും. അതിൽ എത്ര മെട്രിക്സ് ആണ്? അതിൽ കുറച്ചെണ്ണം ഇൻവേർട്ടിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻവേർട്ടിബിൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. നമ്മളുടെ ഇവൻറ്റ് ഇ എന്ന് പറഞ്ഞാൽ എ ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഫേവറബിൾ കേസ് എന്താണ്? ഈ ഇൻവേർട്ടിബിൾ ആവുന്ന കേസ്. അപ്പോൾ ഫേവറബിൾ കേസ് കാണണം, ടോട്ടൽ കേസും കാണണം. ടോട്ടൽ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്ര മെട്രിക്സുകൾ ഉണ്ടാക്കാൻ പറ്റും? ഡിനോമിനേറ്റർ ടോട്ടൽ കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 0യും 1ഉം മാത്രം എലമെൻറ്റ്സ് ആക്കിക്കൊണ്ട് എത്ര 2/2, 0യും 1ഉം മാത്രമേ അതിൽ എലമെൻറ്റ്സ് ആയി വരാൻ പാടുള്ളൂ. അങ്ങനെ എത്ര 2/2 മെട്രിക്സുകൾ ഉണ്ടാക്കാൻ പറ്റും? അതിൻ്റെ ടോട്ടൽ നമ്പറാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ അങ്ങനെ എത്ര മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ഈ പൊസിഷൻ നോക്കുക, അവിടെ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? അത് 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. അപ്പോൾ ഇത് 2 രീതിയിൽ ഫില്ല് ചെയ്യാം. ഈ പൊസിഷനും അതേപോലെ 2 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇതും 2 രീതിയിൽ ഫില്ല് ചെയ്യാം, ഇതും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ അവിടെ 4 പൊസിഷൻ ഉണ്ട്. ഓരോ പൊസിഷനും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 2⁴, അതായത് 16. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡിനോമിനേറ്റർ 16 ആയിരിക്കും. ഇനി നമ്മുടെ ഫേവറബിൾ കേസസ് കാണണം. നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് 0 ആവാൻ പാടില്ല. പക്ഷേ ഞാൻ എളുപ്പത്തിനൊരു കാര്യം ചെയ്യുന്നു, ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസസ് കാണുന്നു. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസസ് കണ്ടാൽ പോരെ, എന്നിട്ട് അത് 60ൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 കേസ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഫേവറബിൾ കേസസിന് പകരം നോട്ട് ഫേവറബിൾ ആയിട്ടുള്ള കേസാണ് കാണുന്നത്. അത് ഞാൻ പിന്നീട് എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് കേസസിൽ നിന്ന് മൈനസ് ചെയ്യാനാണ്, 60ൽ നിന്ന് മൈനസ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ കാണുന്നത് ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസാണ് ഫോർ മെട്രിക്സ് എ. അപ്പോൾ ഈ മെട്രിക്സിന് നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണണമല്ലോ. അപ്പോൾ എലമെൻറ്റ്സ് എന്താണെന്ന് അറിയണമല്ലോ. എലമെൻറ്റ്സ് ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. 0 ആണോ 1 ആണോന്നും അറിയില്ല. അപ്പോൾ ജനറൽ എലമെൻറ്റ്സ് ആയിട്ട് ഞാൻ എലമെൻറ്റ്സിനെ ABCD എന്ന് കൺസിഡർ ചെയ്യുന്നു. ഈ എയും ബിയും സിയും ഡിയും ഒക്കെ ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, അപ്പോൾ ജനറൽ എലമെൻറ്റ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഡിറ്റർമിനൻറ്റ് എ എന്താണ്? AD - BC. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു AD - BC. ആ ഡിറ്റർമിനൻറ്റിനെ എനിക്ക് ഈക്വൽ ടു 0 ആക്കണം. അപ്പോൾ AD ഈക്വൽ ടു BC ആക്കണം. AD ഈക്വൽ ടു BC ആക്കണം. ഓക്കെ, AD ഈക്വൽ ടു BC ആക്കണം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ഡിയും ഒക്കെ എന്താണ്? ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ എനിക്ക് ഈ എയും ബിയും സിയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയും ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് AD വേണം. എ ഒന്നെങ്കിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. ഡി ഒന്നെങ്കിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ ADക്ക് എന്തൊക്കെ വാല്യൂ എടുക്കാം? AD ക്യാൻ ബി 0 or 1.
എ ഡിക്ക് ഒന്നുകിൽ 0 എന്നുള്ള വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ എടുക്കാം. ഇതേപോലെ തന്നെ ബി സിക്കും ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ബി സിയും ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, കാരണം എക്കും ബിക്കും സിക്കും ഡിക്കൊക്കെ 0യോ 1 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഡി ബി സി ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 0 0 ആണ്, 0 × 0 0 ആണ്, 0 × 1 0 ആണ്, 1 × 1 1 ആണ്. അപ്പോൾ എ ഡി ബി സി ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. അപ്പോൾ കേസ് 1, ഇഫ് എ ഡി ഈക്വൽ ടു 0, എ ഡി 0 ആണ്, അപ്പോൾ ബി സിയും എന്താവണം? 0 ആവണം. ഓക്കെ, എ ഡി എങ്ങനെയൊക്കെ 0 ആവും? എ ഡി 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ ഈക്വൽ ടു 0 ആയാൽ മതി, അല്ലെങ്കിൽ ഡി ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുക. ഇതിലൊരു സബ് കേസാണ് എ ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 1. അപ്പോൾ ഇനി അപ്പുറത്ത് ബി സി 0 ആവണം. ബി സി 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബി ഈക്വൽ ടു 0, ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മതിയല്ലോ. അപ്പോൾ തൽക്കാലം ബി ഈക്വൽ ടു 0 ആയി. അപ്പോൾ സി ഈക്വൽ ടു 1 ആവാം. ബി ഈക്വൽ ടു 0 ആയി, അപ്പോൾ സി ഈക്വൽ ടു 0 ആവാം. ഇനി അഥവാ സി ഈക്വൽ ടു 0 ആയി, ബി ഈക്വൽ ടു 1 ആവാം. ഓക്കെ, ഇങ്ങനെ 3 കേസിൽ സംഭവിക്കാം. എ ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 1 ആയാൽ എ ഡി ഈക്വൽ ടു 0 ആവും. അപ്പോൾ അപ്പുറത്ത് ബി സിയും 0 ആവണം. ബി സി 0 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മതി, അല്ലെങ്കിൽ 3ഉം 0 ആയാൽ മതി. അപ്പോൾ ഇങ്ങനെ 3 കേസിൽ അപ്പുറത്ത് 0 ആവും. അപ്പോൾ മൊത്തം ഇവിടെ 3 കേസ് വരും. ഇനി ഇതേപോലെ തന്നെ എ ഡി 0 ആവാൻ എ 1ഉം ഡി 0 ആയാൽ മതിയല്ലോ. അപ്പോഴും ഈ പറഞ്ഞ 3 കേസ് അപ്പുറത്ത് വരും. ഇനി എ ഡി 0 ആവാൻ വേണമെങ്കിൽ എ ഈക്വൽ ടു 0യും ഡി ഈക്വൽ ടു 0യും കൂടെ ആയാൽ മതിയല്ലോ. അപ്പോഴും ഇതേ 3 കേസ് അപ്പുറത്തും വരും, ഇതേ 3 കേസ് അപ്പുറത്തും വരും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര കേസായി? 9 കേസായി. അതായത് ഡിറ്റർമിനൻ്റ് എ ഡി ഈക്വൽ ടു 0, ബി സി ഈക്വൽ ടു 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 കേസ് കിട്ടും. 9 കേസിൽ എ ഡി ഈക്വൽ ടു 0, ബി സി ഈക്വൽ ടു 0 ആവും. അങ്ങനെ 0 ആയാൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആവുന്ന 9 കേസ് കിട്ടും. ഓക്കെ, ഇനി കേസ് കഴിഞ്ഞിട്ടില്ല, അടുത്ത കേസ് ഉണ്ട്. എ ഡി ഈക്വൽ ടു 1 ആണെങ്കിലോ? എ ഡി ഈക്വൽ ടു 1 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആക്കാനാണെങ്കിൽ അപ്പുറത്ത് ബി സി ഈക്വൽ ടു 1 ആവണം. എ ഡി 1 ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എ ഈക്വൽ ടു 1, ഡി ഈക്വൽ ടു 1. ബി സിയും 1 ആവണം, അത് ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1. ഇവിടെ ആകെ ഒരൊറ്റ കേസേ ഉള്ളൂ, ഒറ്റ കേസ്. ആ ഒറ്റ കേസിൽ മാത്രമേ 2 ഈക്വൽ ടു 1 ആവുള്ളൂ. അപ്പോൾ 4ഉം 1 ആയിരിക്കണം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 10 കേസസിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് ഇൻവേർട്ടിബിൾ അല്ല. ഈ 10 കേസിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ്, ഇൻവേർട്ടിബിൾ അല്ല. അപ്പോൾ ബാക്കി 6 കേസസ്, ടോട്ടൽ 16 കേസാണല്ലോ. അപ്പോൾ ബാക്കി 6 കേസിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 അല്ല, ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ ബാക്കി 6 കേസസിലാണ് ഡിറ്റർമിനൻ്റ് 0 ആവാതിരിക്കുന്നതും ഇൻവേർട്ടിബിൾ ആവുന്നതും. അപ്പോൾ നമ്മുടെ ആൻസർ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 6. ഫേവറബിൾ കേസസ് 6 ആണ്, ടോട്ടൽ കേസസ് 16. 6/16 3/8 ആണ് നമ്മുടെ ആൻസർ. ഡിനോമിനേറ്റർ 16 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഫേവറബിൾ കേസസ് 6, 3/8 ആണ് നമ്മുടെ ആൻസർ. പ്രോബബിലിറ്റി ഫോർ ദ മെട്രിക്സ് ടു ബി ഇൻവേർട്ടിബിൾ 3/8. ഓപ്ഷൻ 4 ആണ് ആൻസർ. പ്രോബബിലിറ്റിയും മെട്രിക്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 4 ആണ് ആൻസർ.